ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കൂടിയാണ് ഈ ഒരു ക്രാഫ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വേറെ ഒന്നുമല്ല, ഈ ഒരു ബൾബ് വെച്ച് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിനകത്തൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിനകത്തും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ അതേപോലെ തന്നെയുള്ളൊരു ചെറിയൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇത്തിരി ഡിഫറൻസൊക്കെ വരുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അല്ല, ഇത്തിരി നമ്മൾ ഡിഫറൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു അടപ്പെടുത്തിട്ട് അതിനകത്തോട്ട് ഇതേപോലെ ക്ലേയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പേപ്പറോ കളർ പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ചിങ്ങനെ കൊടുത്താൽ മതി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമേ. അപ്പം ഞാൻ ഒട്ടിച്ചപ്പോഴത്തേനും ഇത്തിരി കുളമായി പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നേരെയാക്കി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റായപ്പോൾ ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് നേരെയാക്കി കഴിഞ്ഞിട്ടുള്ളത് കാണാവേ. ചുറ്റൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവേ. ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് മുകളിലോട്ട് ഈ ഒരു സംഭവം കൂടി ഒന്നുകൊണ്ട് ഇറക്കി വെക്കാം. ഇപ്പം അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പണി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ണും മുക്കൊക്കെ വരക്കണയാണ്. എനിക്ക് കൈയൊക്കെ വിറക്കും കേട്ടോ. എനിക്കിങ്ങനത്തെ ഉള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്യണത്. എനിക്ക് ഒരു വീഡിയോയിലൂടെ എനിക്ക് കാണാൻ പറ്റും. സത്യത്തിൽ വലിയ കണ്ണിൻ്റെ ആ ഒരു നടുക്കുള്ള ആ ഒരു വൈറ്റ് കളറൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ സാരമൊന്നുമില്ല. ഇത്തിരി കണ്ണൊക്കെ ഇത്തിരി വലിയതായി പോവാണ്. അതിപ്പോൾ ശ്രമിക്കുക ഗൈസ് നിങ്ങൾ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐലൈനറാണ്. ഐലൈനർ ചെറുതായിട്ട് ഇങ്ങനെ തൊട്ടിങ്ങനെ കൊടുക്കാനായിട്ടാണ് കേട്ടോ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എങ്കിലും സാരമില്ല, നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്യൂട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണിൻ്റെ അകത്തുള്ള ഒരു വൈറ്റ് സംഭവമാണ് ഞാനത് ചെയ്തപ്പോഴത്തേനും ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊത്തി കൊടുക്കാവേ. വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ പണി പാളും. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും സാരമില്ല. അത് എങ്ങനെയൊക്കെയോ കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ചെവിൻ്റെ പീസായിട്ട് വെട്ടിയെടുക്കാവേ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പോലത്തെ ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ബോക്സ് കിട്ടൂലേ, ആ ബോക്സിനകത്തൊക്കെ ചിലപ്പം ഒരു വൈറ്റ് ഉണ്ടാവുമല്ലോ, ആ വൈറ്റൊക്കെ നിങ്ങൾ അങ്ങോട്ട് എടുത്താൽ മതി. ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ഇത്തിരി കുഞ്ഞായിട്ടാണ് ചെയ്തത്. പക്ഷേ ഇത്തിരി അത്യാവശ്യം വലിയതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ ചെയ്തപ്പോൾ ഇത്തിരി വലുതാക്കിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു ചെവി നമ്മുടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് അടുത്ത ചെവിയും കൂടി നമുക്ക് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരെണ്ണം വരച്ചപ്പോഴത്തേനും അത് നമ്മുടെ കട്ടായി പോണില്ല. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് അടുത്തത് അങ്ങോട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ നമ്മുടെ ചെവി പല ഷേപ്പിലൊക്കെ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഷേപ്പിൽ 2 ചെവിയും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു പിങ്കിഷ് ഷെയ്ഡ് ഒന്ന് അടിച്ചു കൊടുക്കാവേ. 2 ചെവി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബൾബിലോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവേ. ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇത്തിരി ഇങ്ങനെ അകത്തോട്ട് ഇത്തിരി ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് പോലെ കിട്ടും. അപ്പോൾ ആ സ്റ്റാൻഡിലോട്ട് നമുക്ക് കുറച്ച് ഈ ഒരു പശ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ 2 സൈഡിലും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതുകൊണ്ട് ഇരിക്കുമെന്ന് തന്നെ അറിയില്ല. നമ്മൾ പരീക്ഷണമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ 2 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റ് എനിക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ലാമ്പൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. നമ്മുടെ ഡെക്കോറൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇനി നമുക്ക്
അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിൻ്റെ ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെയാണ് വെക്കേണ്ടത്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. വലിയതൊന്നുമില്ല എങ്കിലും ഞാനൊന്ന് ശരിയാക്കാം. ഒരു മെഴുകുതിരി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇങ്ങനെയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. നമുക്കിനി ഒരു ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം.